സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. മാത്രവുമല്ല, പ്രതിക്ക് കാര്യമായ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഏറ്റതായി നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുമില്ല. നേരത്തെ ജനങ്ങൾ ഉൾപ്പെടെ ആത്മരോക്ഷത്തോടു കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്, നെന്മാറ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തിയത്. ഇപ്പോൾ നെന്മാറ സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ആളുകൾ വലിയ തോതിൽ പുറത്ത് നിലയുറപ്പിക്കുകയും ഈ ഗേറ്റ് മറികടക്കാനടക്കം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രമേൽ വലിയ ആത്മരോഷം ആണ് ഇപ്പോൾ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും പ്രതി ലോക്കപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയും പോലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടില്ല. പ്രതിയെ പിടികൂടിയതാണ് എന്നത് മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം. എപ്പോഴാണ് പ്രതിയെ പിടികൂടിയത്, എങ്ങനെയാണ് പിടികൂടിയത് എന്നതിൽ ഒക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ ചില പ്രദേശവാസികളടക്കം ഈ പ്രതിയെ കണ്ടിരുന്നു എന്നത് വ്യക്തമാക്കിയിരുന്നു. അവർ അവിടെ നിന്ന്, അതായത് ഈ പ്രതി ഓടി മാറി എന്നുള്ളത് ആ പ്രദേശത്ത് നിന്നുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം ആണ്. ഒരു പക്ഷേ അതിനുശേഷമാണ് പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അതെയോ അതിനു മുമ്പ് തന്നെ പോലീസ് പിടികൂടിയിരുന്നോ, ഒരല്പം വൈകിപ്പിച്ചതാണോ, അതായത് ഈ വാർത്ത പുറത്തുവിടുന്നത് പോലീസ് വൈകിപ്പിച്ചതാണോ എന്നതിലൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ വലിയ ആത്മരോഷം ആണ് പോലീസ് സ്റ്റേഷന് പുറത്ത് ഉള്ളത്. ജനങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലെ ഗേറ്റ് തകർക്കുവാൻ ഉള്ള ശ്രമം ആണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു, മറുഭാഗത്ത് വലിയ തോതിലുള്ള ആത്മരോഷം ആണ് പ്രകടമാകുന്നത്. അതേസമയം പ്രതിക്ക് സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കൂസലും ഇല്ല എന്ന് വേണം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കുന്നതിന്. പ്രതി ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാവമാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. ഇങ്ങനെയൊരു കുറ്റകൃത്യം, അതായത് നേരത്തെ ഒരു സ്ത്രീയെ കൊല്ലുന്നു, അതിനുശേഷം ആ കുടുംബത്തിലെ തന്നെ 2 പേരെ കൊല ചെയ്ത ഒരു കൊലയാളിയുടെ മുഖഭാവം എന്നത് എടുത്തു പറയേണ്ടതാണ്. ഒരു ഭാവവ്യത്യാസങ്ങളുമില്ലാത്ത പ്രതിയെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്നതാണ്. ഈ വീടിന്റെ, അതായത് പ്രതി കൃത്യം നിർവഹിച്ച മരണപ്പെട്ട 2 പേരുടെ വസതിക്ക് സമീപത്ത് നിന്ന് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 4 കിലോമീറ്റർ ചുറ്റളവിൽ പ്രതി ഉണ്ടായിരുന്നു എന്ന വിവരം ആണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വ്യാപകമായ തെരച്ചിൽ നടന്നത്. ആ തെരച്ചിലിൽ ജനക്കൂട്ടവും പങ്കാളികളായിരുന്നു. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, ഈ വലിയ ആൾക്കൂട്ടത്തിലൊന്നും ചെന്താമര പെട്ടുപോയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടിയത്, ഏതെങ്കിലും തരത്തിൽ പ്രതി എവിടെയെങ്കിലും ഉണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടിയതാണോ, പ്രതിയെ കീഴടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചതാണോ എന്നതിലൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ എന്തായാലും പ്രതിക്ക് കാര്യമായ തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള പരിക്കോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നേരത്തെ ഈ പ്രദേശവാസികളടക്കം പറഞ്ഞത് ഈ അതായത് വനമേഖലയിലേക്ക് അടക്കം അദ്ദേഹം ഓടിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പോലും യഥാർത്ഥത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു ആരോഗ്യവാനായ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഓടിത്തളർന്നതിന്റെ ഒരു ക്ഷീണമോ, എവിടെയെങ്കിലും ഒളിച്ചിരുന്നതിൻ്റെതായ ക്ഷീണമോ, ഏതെങ്കിലും തരത്തിൽ അതിനിടയിലുണ്ടായ പരിക്കോ ഒന്നും പ്രാഥമികമായി നമുക്ക് കാണാനും സാധിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ ഉണ്ട്. അതിലാദ്യത്തേത് എന്നത് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുക എന്നതാണ്. അതിനുശേഷം മാത്രം കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ മതി. അതിന് 24 മണിക്കൂർ സമയമുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഉള്ള 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതിനു മുമ്പ് ഇപ്പോൾ പോലീസ് നേരിടുന്ന പ്രതിസന്ധി എന്നത് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങൾ ആണ്. അവർ വലിയ ആത്മരോഷത്തിൽ ആണ്. പോലീസിന് ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ പ്രദേശവാസികളെ നീക്കേണ്ടതായി വന്നു. പ്രത്യേകിച്ച് ഈ വാഹനത്തിൽ നിന്ന് വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും പോലീസിന് ഇവിടെ എത്തിക്കാൻ സാധിച്ചത്. പോലീസിന് ലാത്തി വീശേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന്, ആൾക്കൂട്ടത്തെ അവിടെ നിന്ന് നീക്കുന്നതിന് പോലീസിന് ലാത്തി വീശേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അക്രമാസക്തരായ ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെയാണ് പ്രദേശത്ത് നിന്ന് ആളുകളെ നീക്കിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിയെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കാൻ
വെക്കാൻ സാധിക്കില്ല. കാരണം ഈ നെന്മാറ പോലീസ് സ്റ്റേഷന് സമീപത്തെല്ലാം വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുള്ള സാഹചര്യം ആണ് ഉള്ളത്. എവിടെ നിന്നൊക്കെയാണ് ഇവർ എത്തിയിട്ടുള്ളത് എന്നതിലൊന്നും വ്യക്തതയില്ല. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ട്. മാത്രവുമല്ല ഇവർ എല്ലാം തന്നെ വികാരഭരിതരായിട്ടാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം 2 പേർ, ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഈ പ്രതി അരുങ്കൊല നടത്തിയിട്ടുള്ളത്. 2 കുട്ടികൾ, അതും പെൺകുട്ടികൾ അനാഥരാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. പ്രദേശവാസികളായ പലരും ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഈ പ്രതി തന്നെ പലരോടും, അതായത് താൻ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തുമെന്ന തരത്തിൽ പ്രതികരിച്ചിരുന്നതായും നാട്ടുകാരെ വെല്ലുവിളിച്ചിരുന്നതുമൊക്കെയായി വിവരങ്ങൾ ഉണ്ട്. നാട്ടുകാർ പലപ്പോഴായി പരാതി പറഞ്ഞതിനെ പോലീസ് ഗൗരവത്തോടെ സമീപിച്ചില്ല എന്നുള്ള പരാതിയുണ്ട്. അങ്ങനെ ഒരു പരാതിക്കിടയിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. പ്രതി ഇപ്പോൾ നെന്മാറ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. നിമിഷങ്ങൾ കടക്കുന്തോറും ജനങ്ങൾ അക്രമാസക്തരായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷൻ ഗേറ്റിന് പുറത്ത്. കാരണം അത്രമേൽ അവർ പ്രകോപനത്തിലാണ്, അവർ അത്രമേൽ ദേശത്തിലാണ്. അവരുടെ ആത്മരോഷം മുഴുവൻ കാണാൻ കഴിയുന്നതുമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുക്കുകയാണെങ്കിൽ നിലവിൽ അത്രമേൽ അവർ അവരുടെ മുഴുവൻ ആത്മരോഷവും അവർ തീർക്കുകയാണ് സ്റ്റേഷന് പുറത്ത്. കാരണം ഈ ചെന്താമരയെ കൈ കിട്ടിയേ മതിയാകൂ എന്നൊക്കെയാണ് സ്റ്റേഷന് പുറത്ത് നിന്നുകൊണ്ട് അവർ പറയുന്നത്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും മനസ്സിലാക്കുന്നത്, ഈ ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ തണുപ്പിക്കുക ഇതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തന്നെ മാറിയില്ലേ. കാരണം നാട്ടുകാർ വാഹനങ്ങൾ തടയുകയാണ്. ആ സ്റ്റേഷൻ വളപ്പിൽ പ്രത്യേകിച്ച് അത്രമേൽ പോലീസുകാരോടും അവർ ആത്മരോഷം തീർക്കുകയാണ്. പ്രതിയോടുള്ള ആത്മരോഷം മുഴുവൻ പോലീസുകാരോടും തീർക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം അത്രമേൽ നല്ലതല്ല. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം, അവരുടെ ഭയം നിറഞ്ഞ നിമിഷങ്ങൾ എല്ലാം കൂടി കടന്നുപോയതെല്ലാം ചെന്താമരയെ പിടികൂടുന്നതോടുകൂടി തന്നെ അത് ആത്മരോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് നിലവിൽ. അപ്പോൾ ഈ ഒരു സാധ്യത എങ്ങനെയായിരിക്കാം പോലീസ് നാട്ടുകാരെ ആ ഒരു ആംഗിളും കൂടി നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഈ ഒരു സംഘർഷ സാധ്യത ഇത് എങ്ങനെയായിരിക്കാം പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത്? ഹരി, പോലീസ് ആവശ്യമെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സേനയെ അടക്കം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇപ്പോൾ കഴിയുന്നത്ര പോലീസ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്താമര പിടിയിലായി എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം വീണ്ടും ആളുകൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് തടിച്ചുകൂടുന്ന സാഹചര്യം ആണ് ഉള്ളത്. സൂചിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ നെന്മാറ അല്ലെങ്കിൽ പാലക്കാട് ജില്ല മാത്രമല്ല, അങ്ങനെ കേരളം ഒന്നടങ്കം ഈ പ്രതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെന്മാറയിൽ നിന്നുള്ള വലിയൊരു ആൾക്കൂട്ടം, നെന്മാറയിലെ പ്രദേശത്ത് നിന്നുള്ള വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. നേരത്തെ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തെരച്ചിൽ നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു. അവർ പിന്നീട് പിരിഞ്ഞു പോയൊരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 10 മണിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. അതൊരു പക്ഷേ ജനങ്ങളെ അവരുടെ ശ്രദ്ധ മാറ്റിച്ചതാകാം, നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെയാണോ എന്നുള്ളത്. തെരച്ചിൽ എന്തായാലും അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വലിയൊരു ശതമാനം ആൾക്കൂട്ടവും തിരികെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. അവരിൽ പലരും ഇപ്പോഴും തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിയെ പിടികൂടി എന്ന് പറയുമ്പോൾ അവർ കാത്തിരുന്നതാണ്. അവർ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി കാത്തിരുന്നവർ ആണ്. അവർ വലിയ ആത്മരോഷത്തിൽ ആണ്. പലരും ഇപ്പോൾ ആളുകളെ തന്നെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയൊക്കെ ഈ ആൾക്കൂട്ടത്തിലുണ്ട്. അവരിൽ പലരും ജനങ്ങളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിനോട് കയർക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.